വർഷം തോറും റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നാണ് പത്മ അവാർഡുകൾ. ഇത്തവണയും എല്ലാ ഔദ്യോഗികതയോടെയും പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ പുരസ്കാരങ്ങൾക്ക് അർഹരായ പലരും പിന്തള്ളപ്പെട്ടുവെന്ന വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. പുരസ്കാരങ്ങൾക്ക് അർഹരാകേണ്ടിയിരുന്നവരുടെ പേരുകളിൽ പലതും അക്കമിട്ട് നിരത്തിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണങ്ങൾ. അവയിൽ ഒരു ഇന്ത്യൻ ചലച്ചിത്ര താരത്തെ പത്മ ബഹുമതിക്ക് പരിഗണിക്കുന്നുവെങ്കിൽ ആദ്യത്തെ പേരുകാരൻ മമ്മൂട്ടിയാണെന്നതിൽ തർക്കമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. 1998 പത്മശ്രീ ലഭിച്ചതിനു ശേഷം പത്മ അവാർഡുകൾക്കായി മമ്മൂട്ടിയെ പരിഗണിക്കാതിരിക്കുന്നതിനെതിരെ പറഞ്ഞ വി.ഡി. സതീശൻ ഒരു ഇന്ത്യൻ ചലച്ചിത്ര താരത്തെ പത്മഭൂഷൺ പത്മവിഭൂഷൺ ബഹുമതിക്ക് പരിഗണിക്കുന്നുവെങ്കിൽ ആദ്യത്തെ പേരുകാരൻ മമ്മൂട്ടിയാണെന്നതിൽ തർക്കമില്ല എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. കൂടാതെ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയെ പത്മ അവാർഡിന് പരിഗണിക്കാത്തതിലും അദ്ദേഹം വിമർശനമുന്നയിക്കുന്നു. ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിൽ എത്തുമ്പോഴാണ് പുരസ്കാരത്തിന് വജ്രശോഭ കൈവരുന്നതെന്നാണ് സതീശൻ പറഞ്ഞത്. ടി പത്മനാഭൻ, സാനുമാഷ്, സി രാധാകൃഷ്ണൻ, സാറ ജോസഫ്, സജിത ശങ്കർ, സുജാത മോഹൻ, എം.എൻ. കാരശ്ശേരി, നെടുമുടി വേണു, ഡോക്ടർ എം.വി. പിള്ള, ദീപൻ ശിവരാമൻ, ഡോക്ടർ വി.എസ്. വിജയൻ തുടങ്ങി നിരവധി പ്രതിഭാശാലികളിൽ നിന്ന് ഇന്നും പത്മ പുരസ്കാരങ്ങൾ അകന്നു നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 1998 മമ്മൂട്ടിക്ക് പത്മശ്രീ കിട്ടിയത്. 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പിന്നീടൊരു പത്മ പുരസ്കാരവും മമ്മൂട്ടിയുടെ പേരിലെത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെയോ അഭിനയ തികവിനെയോ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. 2001 മോഹൻലാലിന് പത്മശ്രീ ലഭിച്ചിരുന്നു. പിന്നീട് 2019 മോഹൻലാൽ പത്മഭൂഷണം നേടി. എന്നാൽ കേരളത്തിൽ നിന്ന് ഒന്നിലധികം തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടും മമ്മൂട്ടിക്ക് കേന്ദ്ര സർക്കാർ പിന്നീട് പത്മഭൂഷൺ നൽകിയിട്ടില്ല. കൂടാതെ എന്തുകൊണ്ടാണ് പുരസ്കാര പട്ടികയിൽ ശ്രീകുമാരൻ തമ്പിയുടെ പേരില്ലാത്തത് എന്ന ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. പി ഭാസ്കരൻ മാഷിന്റെയും ONVയുടെയും സമകാലീനനാണ് ശ്രീകുമാരൻ തമ്പി. എന്തുകൊണ്ടും പത്മ പുരസ്കാരത്തിന് മുന്നേ അർഹനാണ്. പക്ഷെ പട്ടികയിൽ പേരില്ല. അർഹരാകേണ്ടിയിരുന്നവർക്ക് ലഭിക്കാതെ പോയതിനെതിരെയാണ് അദ്ദേഹം തന്റെ നിലപാട് അറിയിച്ചത്. എല്ലാ പുരസ്കാര ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നതും. നിരവധി ആളുകൾ അനുകൂലിച്ചും വിമർശിച്ചും കമന്റുകളിൽ എത്തുന്നുണ്ട്. വി.ഡി. സതീശൻ മറന്നുപോയ പല പേരുകളും കമന്റുകളിലൂടെ അവർ കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. അക്കൂട്ടത്തിൽ ഗായകൻ പി ജയചന്ദ്രൻ ഉൾപ്പെടുന്നു. ഇങ്ങനെ ആ നിര നീളുന്നുണ്ട്. രാഷ്ട്രീയം കലർന്ന പുരസ്കാരമെന്നും പലരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പല വിഷയങ്ങളിലായി മികവ് തെളിയിക്കുന്ന ഭാരതീയർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരത്തിൽ രാഷ്ട്രീയമാണ് കലരുന്നതെങ്കിൽ അത് തീർത്തും വിമർശനാത്മകമാണ് എന്നതിൽ തർക്കമില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.